ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ചെറിയൊരു ഡിസീസ് കണ്ടീഷനാണ് കേട്ടോ. ഡിസീസ് കണ്ടീഷൻ്റെ പേരൊന്നും ചോദിച്ചപ്പോൾ പറയാനായിട്ട് നമുക്കറിയില്ല, കാരണം ഇത് കറക്റ്റ് ഡയഗ്നോസ് ആയില്ല. മേ ബി സെല്ലുലൈറ്റിസ് ആകാം, അങ്ങനെ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതൽ എണീറ്റപ്പോൾ ഇങ്ങനെ കൈക്ക് ചെറിയൊരു ഇടത് കൈയുടെ ഈ ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു സ്റ്റിഫ്നെസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വിരലുകളൊക്കെ മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, ചെറിയൊരു സ്വെല്ല് പോലെയൊക്കെ തോന്നി. അതായത് ചെറിയ നീര് വയ്ക്കണ പോലെ ഉണ്ട്. അന്ന് അങ്ങനെ ഇല്ല, ചൊറിച്ചിലുണ്ടായിരുന്നു. നമ്മൾ അത്ര കാര്യമാക്കിയില്ല കേട്ടോ, എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൂടി വന്നു തുടങ്ങി. അപ്പം ഞാൻ ഉപ്പുവെള്ളത്തിൽ കൈയൊക്കെ വെച്ചു, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. നമ്മൾ നോർമലി ചെയ്യണ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അധികം ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. പക്ഷേ പുകെ കൂടി വന്ന് ചൊറിച്ചിൽ, കൈ മൊത്തം ചുവന്നു തുടങ്ങി. രാത്രി ആകുമ്പോഴത്തേനും കണ്ടീഷനൊക്കെ ഭയങ്കര ബാഡായി. എന്നാലും അത്ര പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ രാത്രി 10 മണി കഴിഞ്ഞപ്പോഴത്തേനും കൈ ഫുള്ള് വന്ന് നീര് വെച്ച്, എൻ്റെ വെയിനൊന്നും കാണാനില്ല. അതുപോലെ സ്കിന്നൊക്കെ അത്രയും ടൈറ്റായി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടാണ്. എനിക്കാണെങ്കിൽ കടച്ചിൽ, എന്താ പറയുക, ഒന്നും പറയേണ്ട ആ ഒരു അവസ്ഥയിലായി. തലയ്ക്ക് മുകളിൽ കൈവച്ച് നിന്നും നടന്നു. അങ്ങനെ നേരം വെളുത്തു. 7 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ, കാരണം പുലർച്ചയ്ക്ക് പോകേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് പോകാതിരുന്ന കേട്ടോ. അങ്ങനെ 7 മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ കാണിച്ചു കാഷ്വാലിറ്റിയിൽ. അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും കടിച്ചതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ തട്ടിയിട്ടുണ്ടാകുന്നു. പക്ഷേ എൻ്റെ അറിവിൽ ഒന്നും എൻ്റെ കയ്യിൽ തട്ടിയിട്ടുമില്ല, ഒന്നും കടിച്ചിട്ടുമില്ല. എന്താ വന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു സെല്ലുലൈറ്റിസ് ആയിരിക്കാം. കാരണം ഒരു ലോക്കൽ ഇൻഫ്ലമേഷൻ പോലെ എൻ്റെ കൈയിൻ്റെ ഉൾഭാഗമൊക്കെ ചുവന്നു, അവിടെ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ട്, അങ്ങനെ നമ്മൾ പ്രഗ്നൻസിയുടെ ഇതുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവർ നേരെ എൻ്റെ കൈയുടെ സ്കാനിങ് ചെയ്തു. അപ്പോൾ ആ സ്കാനിങ് ചെയ്തപ്പോഴും അതിലും പ്രത്യേകിച്ചൊന്നും കാണാനില്ല, എഡിമ മാത്രമുള്ളൂ, അത് നീര് മാത്രമുള്ളൂ. അപ്പോൾ അതിനൊരു 2 ദിവസം മുന്നേ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ആ ഭാഗം കൂടെ സ്കാൻ ചെയ്തു കേട്ടോ കൈയിൻ്റെ. അവിടെയും പ്രശ്നമില്ല. പിന്നെ എവിടെ പ്രശ്നം എന്നറിയില്ല. എന്തായാലും മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്നേക്കിപ്പോൾ ഒരാഴ്ചയായി, സംഭവം കുറവായി. ചെറിയൊരു സ്വെല്ലിങ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. വേറെ ഒന്നും ചെയ്യാൻ ഇപ്പോഴത്തെ കണ്ടീഷനിൽ പറ്റില്ല. ഒരു GM ഡ്രസ്സിങ്, ഗ്ലിസറിൻ വെച്ചിട്ടുള്ള ഡ്രസ്സിങ്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് എൻ്റെ കൈയിൻ്റെ അവസ്ഥ. പോകുമ്പോഴത്തെ കൈയെല്ലാം തിരിച്ച് വരുമ്പോഴത്തേനും ഭയങ്കര ബാഡായിപ്പോയി. എനിക്ക് ചൊറിച്ചിലായിരുന്നു കൂടുതൽ, ചൊറിച്ചിൽ. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോനെടുത്ത ഫോട്ടോ ആണ് കേട്ടത്. മറ്റേ ഫോട്ടോസൊക്കെ ഞാൻ ഹോസ്പിറ്റലിലെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എടുത്തു. ഹാപ്പി എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് എത്തിയില്ലോ, ഒരു സമാധാനമായില്ലോ അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ വന്നൊരു അവസ്ഥ. സെല്ലുലൈറ്റിസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കണം. എന്തായാലും സംഭവം കുറഞ്ഞു, ഇപ്പോൾ ആശ്വാസമായി, ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ ബായ്.